പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മുടെ പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ നാളുകളായി നമ്മൾ ഇറയത്തിരുന്നിട്ട് വർത്തമാനം പറഞ്ഞിരുന്നിട്ടല്ലേ. ആദ്യത്തെ കമൻറ്റ് വായന, കഴിഞ്ഞ കമൻറ്റ് വായനയിൽ കുറച്ച് കമൻറ്റ് വായനയുണ്ട്, അതാണ് വായിക്കുന്നത്. അല്ല, അതിൽ നമ്മൾ എടുക്കാറില്ല ശരിക്കും. അതിലത്തെ പക്ഷെ നല്ല കമൻസ് വരാറുണ്ട്. ഗായത്രി ജയ ശരതേ, ഞാനും തൃശ്ശൂക്കാരിയാ. സ്നേഹം വന്നാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് അക്കുരങ്ങെന്ന്. അതിന് അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് ഇഷ്ടം പോലെ വഴക്കം കേട്ടിട്ടുണ്ട്. എന്നാലും ഞാൻ വിളിക്കും. മൂപ്പർക്കും ഇഷ്ടമാണ് ഈ വിളി. അവരെ മോനെയാണ് കുരങ്ങാന്ന് വിളിക്കുന്നത്. അപ്പം അമ്മയ്ക്ക് ഇഷ്ടം ഉണ്ടാവൂ, അതാണ് കാര്യം. അല്ലാണ്ട് ഞാൻ നമുക്ക് രസമല്ലേ, പിന്നില്ലാണ്ട് ഭയങ്കര രസമല്ലേ. ധന്യ സരിത, രാജലക്ഷ്മി പ്രേമചന്ദ്രൻ എന്ന ആൾക്ക് കൊടുത്ത റിപ്ലൈ റിയലി സൂപ്പർ ആൻഡ് ട്രൂ. ഭർത്താവ് സമ്പാദിച്ച് തന്നെയാണ് ഭാര്യ കഴിക്കേണ്ടത്. ആദ്യമായാണ് കമന്റ് ഇടുന്നത്. ഇത് കേട്ടപ്പോൾ ഇടണം എന്ന് തോന്നി. അല്ല, ഭർത്താവ് അധ്വാനിച്ചുകൊണ്ടിരുന്നത് ഭാര്യ കഴിക്കുന്നതിൽ ഒരു നാണക്കേടും വിചാരിക്കേണ്ട ആവശ്യമില്ല അല്ലേ. എന്റെ ഭർത്താവ് ജോലി ചെയ്ത് കൊണ്ടുവരാൻ പൈസ കൊണ്ടാണ് ഞാൻ ജീവിക്കണത്. ആളുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും? ഇങ്ങനെ ആരെങ്കിലും പറയുക ഭാര്യമാരില്ലേ. പ്രവീണ ടി ആർ, ശരിയാ, ഞങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കൊരങ്ങൻ കൊരങ്ങത്തി എന്നൊക്കെ വിളിക്കും. അതൊക്കെ ഒരു രസമല്ലേ. നമ്മൾ തൃശ്ശൂക്കാർ ഇങ്ങനെയൊക്കെയാണ് അല്ലേ. അതന്നെ. അടുത്തത് ധനരാജൻ. ചേർത്തലയിൽ കല്യാണത്തിന് വരുന്ന കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെ അവിടെ വന്ന് കണ്ടേനെ. എൻ്റെ വീട് ചേർത്തലയ്ക്ക് പോകുന്ന വഴിയുള്ള ആകാശപാത നിർമ്മിക്കുന്ന അരൂരിന് തുറവൂരിൽ ഇടയ്ക്കുള്ള എരമല്ലൂർ നിന്ന് റൈറ്റ് പോകുമ്പോൾ ഉള്ള എഴുപുന്നയിലാണ്. എഴുപുന്നത്തരകൻ, ബൈജു എഴുപുന്ന, അവരൊക്കെ നിർമ്മാതാവ്, അവരൊക്കെ വീടിൻ്റെ അടുത്താണോ? എഴുപുന്ന തരകൻ എന്ന് പറഞ്ഞ സിനിമയാണ് കേട്ടോ. ആലപ്പുഴ ജില്ലയിൽ എവിടെ ഇനി വരുമ്പോഴും വരുന്ന വിവരത്തിന് ഒരു പോസ്റ്റ് ഇടണം. നേരിൽ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് വരണം. നമുക്ക് നമ്മുടെ അമ്മേനാരായണ ബോട്ടിലേക്ക് വരണം. അന്ന് ആ ചേട്ടൻ വന്നില്ലേ, അത് അമ്പലപ്പുഴ. അല്ല, അമ്പലപ്പുഴയാണ്. ആലപ്പുഴ നിന്നാണ് ഓടുന്നത് വണ്ടി. നമുക്ക് പോവാം. അടുത്തത് ഗീത കെ വി. 5 ഫ്രൂട്ടിൽ നിന്ന് 3 എണ്ണം ആരും കാണാതെ തിന്ന അജുവിനെ കൊരങ്ങൻ എന്നല്ലാതെ പൊന്മാനെ എന്ന് വിളിക്കാൻ പറ്റും. അടുത്തത് സഫീന ഷറഫു. നാളികേരം എന്താക്കി എന്ന് സരിത ചോദിച്ചപ്പോൾ അത് ഞാൻ തിന്നു എന്ന് പറഞ്ഞ് അജു ചേട്ടൻ്റെ നിഷ്കളങ്കമായി ചിരിയേണ്ടപ്പോൾ അറിയാതെ ഞാൻ ചിരിച്ചുപോയി. അടുത്തത് സവായി. വീണ്ടും വേദനകൾ ഏറ്റുവാങ്ങാൻ മാങ്ങയുടെ ജീവിതം ഇനിയും ബാക്കി. സരിത ചേച്ചി, കുക്കുംബർ ഒറ്റയ്ക്ക് വയറ്റിൽ കിടന്ന് ബോറടിക്കുക ഉണ്ടാന്ന് അജു ചേട്ടൻ ഓർത്തിട്ടാവും ഒരു പ്ലേറ്റ് ചോറ് കൂടെ കഴിച്ചത്. കുക്കുംബർ വൈകുന്നേരം ഒറ്റയ്ക്കായില്ലേ. പിന്നെ ആ മാങ്ങ അത്രയ്ക്കധികം വേദനിച്ചിട്ടുണ്ടാവും അല്ലേ, എന്നിട്ട് അതിനൊന്നും അത് പൊളിയണില്ലല്ലോ പുറം ഭാഗം. അടുത്തത് പ്രിൻസി കുര്യൻ. അയ്യോ, രാത്രി ഫുഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ച് മടുത്തു. ഞാനും അങ്ങനെ ചെയ്യാറുണ്ട് അജു ചേട്ടാ. ഇന്നാള് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ, അത് ഓർമ്മയില്ല. എന്നാള് അങ്ങനെ വൈകുന്നേരം ഫുഡിന്റെ എന്തിട്ടാണ് ചോദിച്ച് വന്നില്ലേ. ഞങ്ങളത് ഷോർട്സ് ആക്കാണ്ട. ഫുഡിന്റെ തന്നെയാണ് എപ്പോഴും ഓരോ തമാശകൾ ഉണ്ടാവും. എപ്പോഴും ഈ ഫുഡിന്റെ മാത്രമുള്ള വിചാരിക്കില്ല. അത് കാരണണ്ടാ ഇടാത്ത. അടുത്തത് ഭാരതി ആനന്ദ്. മനുഷ്യനെ കൊതിപ്പിക്കാനായിട്ട് ഓരോന്ന് കാണിക്കും. ന്യൂസ് 2 എന്താലേ, അങ്ങനെ ഒരു കാലം കഴിഞ്ഞു പോയി. പട്ടിണി കഷ്ടപ്പാടായിരുന്നെങ്കിലും ഒരു സന്തോഷം ഉണ്ടായിരുന്നു. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായപ്പോൾ സന്തോഷവും സ്നേഹവും ഒന്നും ഇല്ലാതായി. താങ്ക് യു ഡിയേഴ്സ്. നല്ലൊരു വീഡിയോ സമ്മാനിച്ചതിന്. വൈകിട്ട് ചെയ്താൽ പോരെ അജുവെ, പണി ചെയ്യൽ എന്തിനങ്ങനെ വെയിൽ കൊള്ളുന്നേ? അത് ഞാനും ചോദിക്കാറുണ്ട്. തണലുള്ള സ്ഥലം നോക്കിയിട്ട് പണിയെടുത്തോളൂ. ഞാൻ സുജിത പണിയെടുക്കാൻ വരുമ്പോഴും അങ്ങനെ പറയും, നീ തണലുള്ള സ്ഥലം നോക്കി ചെയ്തോട്ടാ, എനിക്ക് വെയിൽ കൊള്ളാൻ പറ്റില്ല. അപ്പം അതുപോലെ തന്നെയല്ല ബാക്കിയുള്ളവർക്കെന്നാണ് ഞാൻ ചിന്തിക്കുക. അപ്പോൾ ഈ ചേട്ടൻ വെയിലത്ത് നിന്നിട്ട് തണലത്ത് നിന്നിട്ടാണെങ്കിൽ 1 മണിക്കൂർ പണിയെടുക്കാൻ പറയണത് വെയിലത്താവുമ്പോൾ 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് ക്ഷീണിച്ച് തളർന്ന് ഇങ്ങനെ വയ്യാണ്ടായിട്ട് അയ്യോ എന്തൊരു വെയിലാണ്ടിയപ്പോ എന്ന് പറഞ്ഞിട്ട് വരും. ഞാൻ മുന്നേ പറയും അങ്ങനെ. എല്ലാം അറിയണം ചേട്ടനെല്ലാം. പറഞ്ഞാലൊന്നും കാര്യമില്ല. എന്നിട്ട് പിറ്റേ ദിവസം തന്നെ പലർക്കും ആ മാങ്ങ പൊട്ടിച്ച് ചതച്ച് മിളകും ഉപ്പും കൂട്ടി തിന്നുമ്പോൾ പലർക്കും ബാല്യകാലങ്ങൾ ഓർമ്മ വരും ഇല്ലേ. അതാണ് ആ ഭാരതി ആനന്ദ് പറഞ്ഞു പോകുന്നത് മെയിനായിട്ട്. കുറേ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ അതിൽ. അടുത്ത് ലക്ഷ്മി ടി വി. അജു ഏട്ടാ, ഞങ്ങൾ കാണാതെ ചെടികൾ പറിച്ചു മാറ്റുന്നുണ്ടോ? ഒരു സംശയം. ഇത്ര വേഗം നന്നായോ എന്ന്. അത് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഉണ്ടായിട്ടില്ല. ഇന്നത്തെ
ഇന്നത്തെ വീഡിയോ അല്ല, ഇട്ടേക്കണ വീഡിയോ. അത് പറക്കാതെ നിവർത്തിയില്ല, ഒരു രക്ഷയില്ല. അതിനെ അച്ചാച്ചെറുവിനെ നമ്മൾ കളഞ്ഞിട്ടില്ല. ഇത് അവിടെ കൊണ്ടുവന്ന് കുഴിച്ചിട്ടുണ്ട്. അതിനെ ഇതേ കാണണം. പ്രേമാമലയത്ത് ചെറുപ്പത്തിൽ ഇതുപോലെ എന്തോരം മാങ്ങയെ കഴിച്ചിട്ടുള്ളത്. അജു മാങ്ങ കഴിക്കുമ്പോൾ വായിൽ വെള്ളം വരുന്നു. മാങ്ങയെ ചതച്ച് ഇഞ്ച പരുവാക്കി വിജൃംഭിക്കൽ കാണാൻ ബഹുരസം. അടുത്തത് തലേബുറോയ് പ്രണത. കറുകമ പുരുഷോത്തമൻ പാടിയ എല്ലാ പാട്ടും അനിലേട്ടന് ധൈര്യമായി പാടാമല്ലോ എന്ന്. കമുകറ പുരുഷോത്തമനാണ് കേട്ടാ. അതറിയാത് അതെ. ആത്മവിദ്യാലയമേ പാട്ടൊന്ന് പാടി നോക്കാൻ പറയാം. KA ജോയ് കള്ളിക്കാടൻ. അജുവിൻ്റെ ഈ രഹസ്യങ്ങളെല്ലാം സരിത പുറത്തു വിട്ടിട്ടും അജു എന്താ നന്നാവാത്തേ? അടുത്തത് അശോക് വേൾഡ്. കോഴിക്ക് കൊടുക്കാനിരുന്ന ചീരയെ ഒരു ദിവസം കറിയാക്കാമായിരുന്നു. ചേട്ടൻ ഈ ചീരയിൽ തന്നെ ചെറുപയറും ചേർത്ത് തയ്യാറാക്കിയിരുന്നില്ല. എത്ര ഗംഭീരമായനേ. നമുക്ക് പറയാനല്ലേ സാധിക്കൂ. അതന്നെ, നമുക്ക് പറയാനല്ലേ സാധിക്കൂ. അടുത്തത് ദിവ്യ. ഗുഡ് മോർണിംഗ് അജേട്ടാ. ഗുഡ് മോർണിംഗ് ജഗ്ഗു. ഞാൻ വീഡിയോ കാണുമ്പോൾ ചില സമയത്ത് മോളും കാണാറുണ്ട്. നിങ്ങളുടെ ഫാമിലി എല്ലാവരും കൂടി നിന്നുള്ള വീഡിയോസ് ഇഷ്ടമാണ്. പിന്നെ ഒരു സോങ്, അമ്മണി അമ്മയ്ക്ക് 7 മക്കളാണ്, അഞ്ചാമൻ പഞ്ചാര അജു ആണ്. അതിങ്ങനെ പാടണ്ടേ? എപ്പോഴും അജുമാമൻ കുഞ്ഞിയാണ്. കുഞ്ഞിതിലെ പറയുന്ന കേട്ടാൽ തോന്നും ഒത്തിരി പ്രായമായെന്ന്. അതൊക്കെ വെറും നമ്പർ അല്ലേ? കുഞ്ചി അമ്മയ്ക്കഞ്ചു മക്കളാണ്, അഞ്ചാമനോമന കുഞ്ചുവാണി, പഞ്ചാരത്തിറ്റു നടന്നു കുഞ്ചു, പഞ്ചാര കുഞ്ചു വന്ന പേര് വന്നു. മനോരമക്കാരുടെ ആൽബർങ്ങിയ ടൈമിലുള്ള പാട്ടല്ലേ? ജഗ്ഗു കുഞ്ഞിതേരുന്ന സമയത്ത് അങ്ങനത്തെ CD ഒക്കെ വാങ്ങിയിട്ട് ഒരു കുഞ്ഞു TV ഉണ്ടായിരുന്നു ഇവിടെ. തുണ്ടു ആ സമയത്ത് എവിടെന്നോ നിർത്തി പോകുന്ന ദൈവമേ, എവിടെന്നോ നിർത്തി പോകുന്നപ്പോൾ അവൻ്റെ റൂമിലുണ്ടായിരുന്ന TV കൊണ്ടുവന്നിട്ടേ ആ TV ഇങ്ങോട്ട് വന്നിട്ടായിരുന്നു, കുഞ്ഞു TV. അപ്പം അതൊരു റൂമിൽ വെച്ചിട്ട് ഈ CD ഇട്ട് കൊടുക്കും. കാത്തു ആര് പറഞ്ഞു മ്യാവൂ, അത് ആ സമയത്ത് ജഗ്ഗു 2-3 വയസ്സുള്ളൂ. അപ്പോൾ വല്ല പണ്ടുകൾ എടുക്കുമ്പോൾ ഈ CD ഇട്ട് കൊടുത്ത് അതിന് ഇരുത്തിയിട്ടാണ് ഞാൻ വല്ലതും ചെയ്യാറ്. പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് ഉണ്ടനുണ്ടിയും അങ്ങനത്തെ കഥകള് അതൊക്കെ നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മൾ യൂട്യൂബ് ഒന്നും TV-ലില്ലല്ലോ, TV-ലേക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ആ സമയത്ത് ഉണ്ടാവുമെന്ന് അറിയില്ല കേട്ടാ. കാരണം അന്ന് നമുക്ക് നെറ്റ് ഇങ്ങനെയും ഇല്ല. പിന്നെ മാത്രമല്ല നമ്മുടെ സ്മാർട്ട് TV അല്ല, മറ്റേ TV പിക്ചർ ട്യൂബിൻ്റെ വലിയ TV. പിന്നെ കുഞ്ഞുങ്ങളാവാൻ പ്രായമാകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങളുടെ സ്വഭാവം പറ്റുന്നത് വലിയൊരു ഭാഗ്യമാണ് പല കാര്യങ്ങൾ കൊണ്ടും. നമുക്ക് ആ ചാർലിനെ കുറച്ച് കാണുമ്പില്ലേ, ശരിക്കും ജഗ്ഗുവിന് കുറച്ചുകൂടി വിവരമുണ്ടെന്ന് തോന്നും. ഹാപ്പി ലൈഫ്. കിടന്നുകൊണ്ടാണ് വീഡിയോ കാണുന്നത്. അജുവേട്ട മാങ്ങ തിന്നുന്ന കണ്ടപ്പോൾ വെള്ളം ഇറക്കിയിട്ട് ഉമിനീര് ശിരസേക്ക് കയറി. ഞാൻ ഈ കമൻറ്റ് വായിച്ചപ്പോൾ ഞാനത് മനസ്സിൽ കണ്ട് ചിരിക്കുകയായിരുന്നു, അതെങ്ങനെയാവും എന്നുള്ളത്. അടുത്തത് സന്ധ്യ ബിജു. ചേട്ടാ അത്രയും ചീര വെറുതെ കോഴിക്ക് കൊടുക്കണ്ടായിരുന്നു, തോരൻ വെക്കായിരുന്നല്ലോ. ആ പെണ്ണ് എന്ത് പറഞ്ഞാലും കേൾക്കില്ല. അന്ന് മധുരക്കിഴങ്ങ് ചാക്കി വെച്ചപ്പോൾ തന്നെ പറഞ്ഞു അതവിടെ കൊണ്ടുവച്ചിട്ട് നടാൻ. അപ്പം കേട്ടില്ല. ഇപ്പം അതെടുക്കാനും പറ്റുന്നില്ല. നീളമുള്ള സാധനമൊക്കെ സാധാരണ എല്ലാവരുടെ കൈയുടെ നീളമൊക്കെ അളവ് പറയുന്നത്. ചേട്ടൻ തലയിൽ വെച്ച് നീളം പറയുന്നത് കണ്ടിട്ട് ചിരിച്ചു പോയി. സരിത വാല് പോലെ ചേട്ടൻ്റെ കൂടെ നടന്നാൽ മതി, അതാണ് ചേട്ടന് ഇഷ്ടം. എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്യുമ്പോൾ ഞാൻ അടുത്ത് ചെന്നിരുന്നു കാര്യം പറയാൻ പറയും. അതൊക്കെ ഒരു സന്തോഷമാണ്. മാങ്ങ ആദ്യം പിടിക്കുന്നതും ലാസ്റ്റ് കഴിയുന്നതും തൃശ്ശൂരാണോ? എല്ലാ സ്ഥലത്തും ചെന്നാലും തൃശ്ശൂർ മാങ്ങ കാണും. സ്ത്രീധനത്തിൻ്റെ കാര്യം പറയുമ്പോൾ സരിത ചാഞ്ഞ് ചേട്ടനെ നോക്കി ചിരിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു ചേട്ടൻ സ്ത്രീധനം വാങ്ങിയായിരിക്കും കല്യാണം കഴിച്ചതെന്ന്. ചേട്ടൻ പറഞ്ഞത് കറക്റ്റാണ്. സരിതയുടെ നോട്ടം കണ്ടാൽ അങ്ങനെ തോന്നും. പാവത്തിന് വെറുതെ സംശയിച്ചു. ഇന്നത്തെ വീഡിയോ ഒത്തിരി ചിരിച്ചു. ചേട്ടൻ സ്ത്രീധനമൊന്നും വാങ്ങിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും വേണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പെണ്ണിനെ പറഞ്ഞു സ്ത്രീ പെണ്ണ് കിട്ടാണ്ട് നടക്കല്ലായിരുന്നേ. 3 കൊല്ലം കടായി പെണ്ണ് കാണാൻ നടന്നിട്ട് വല്ലതും ശരിയാവണ്ടേ. അപ്പോൾ എന്നിട്ട് അങ്ങനത്തെ ഒരു കാര്യം സംസാരിച്ചിട്ടില്ല. സ്ത്രീധനം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ആ സമയത്തെ വീടും ഒക്കെ ഒരു പഴയ ഒരു പണ്ടത്തെ ഒരു മണ്ണ് ഓടിട്ട വീടും അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനത്തെ ഒരു സ്ഥലത്തൊക്കെ വന്നിട്ടാണ് ഇവിടെ നിന്ന് ഇവർ കല്യാണം കഴിക്കാൻ വന്നത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ കയ്യിലുള്ളത് അച്ഛൻ തന്നു എനിക്ക്. അങ്ങനെ അല്ലാണ്ട് ചേട്ടനൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഒരു കൊല്ലാകുമ്പോഴത്തേ എല്ലാം ഊരുകൊണ്ടായി വിറ്റു എന്ന് മാത്രം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അങ്ങനെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് എന്താ ഇപ്പൊ നോക്കിയാ, അതുകൊണ്ട് ഇപ്പൊ എന്താ നല്ല വീടും നല്ല പരിസരവും ഇത്രയും നല്ല സ്നേഹനിധികളായ നമുക്ക് ലോകത്തെ
അല്ല അല്ല അതൊക്കെ വിറ്റ് അതൊക്കെ ഓരോ വഴിക്ക് ഇങ്ങനെ പോയി അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വന്നത്. അത് വേറെ തരത്തിലാണെങ്കിൽ വേറെ ഇതില്ല. ഇപ്പൊ നോക്കിയാൽ ലോകത്തിൽ എത്രയോ സ്നേഹിക്കുന്ന എത്രയോ പേര് നമ്മളിപ്പോ സ്നേഹിക്കുന്നു. അതിനേക്കാളും വലിയ വിലയൊന്നുമില്ല. സ്വർണം വിറ്റത് കൊണ്ടാണല്ലോ ആ വഴിക്ക് പോയത്. അല്ല സ്വർണം ഇല്ല വിറ്റിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടാണല്ലോ ആ വഴിക്ക് വന്നത്. എന്തെങ്കിലും ആവട്ടെ, ആ സ്വർണം കുറേശ്ശായിട്ട് എടുത്തരാം കാശ് വരുമ്പോ. വീടുമ്പോ അവിടെ ഓരോന്ന് പണിത് ഇവിടെ ഓരോന്ന് പണിത് കാശ് കളയാണ്ടേ കുറേശ്ശായിട്ട് ഒരു 10-35 പവൻ ഉണ്ടായിരുന്നില്ലേ? താലി ചെയിൻ അടക്കം നോക്കുകയാണെങ്കിൽ എത്ര താലി ചെയ്യാൻ 8 പവനാ അല്ലായിരുന്നേ? 63 ഗ്രാമായിരുന്നു താലി ചെയ്യാൻ. 8 പവന് 1 ഗ്രാം കുറവ്. അപ്പോൾ താലി ചെയ്യാൻ അടക്കം എത്രയായി? 40. എനിക്കറിയില്ല, നീ പറഞ്ഞു 43 പവൻ. ഇവർക്കാണ് അറിയാ, ഞാൻ എത്ര പവനാന്ന് എനിക്ക് അറിയ പോലും. ശരി, 43 പവൻ. അത് എടുക്കണം ചേട്ടൻ. അതാണ് വാശി, അതാണ് ഹീറോയിസം. 43 പവന് ഇപ്പഴത്തെ വില നിലവാരം എത്രയെന്ന് നോക്കിയാ? 60,000 രൂപ വെച്ച് ഒരു പവന് കണക്കാക്കി എത്ര? 6×4 = 24, 6 × 18 25,80,000 രൂപ വേണപ്പോ സാധനം. അതുണ്ടെങ്കിൽ നമ്മൾ ലോൺ അടക്കില്ലേ? അതല്ല ഞാൻ പറഞ്ഞത്, ഒറ്റയടിക്ക് പോയിട്ട് എടുക്കാനല്ല പറഞ്ഞത്. ഈ ട്രീ ഹൗസ് അത് ഇത് തേങ്ങ മാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പണികൾ ചെയ്ത് കാശ് കളയാണ്ടേ അങ്ങനെ കുറേശ്ശെ. ഇപ്പൊ ഈ ഒരു മാസം 5 ഗ്രാം എടുക്കാനാ കാശുള്ളെങ്കിൽ 5 ഗ്രാം എടുക്കണം. അങ്ങനെ എടുക്കണം. അങ്ങനെ കുറെ നാളുകൊണ്ട് 2-3 കൊല്ലം കൊണ്ടൊക്കെ എടുത്താൽ മതി. 5 ഗ്രാമിന് 40,000 വേണം. അത് വിട്ട് അല്ല എടുക്കാം തിരിച്ച് എടുക്കാം. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞൂടാ. ഇനി നേരത്തെ കമന്റ് പ്രിയ സന്ധ്യ ബിജു. എന്റെ സന്ധ്യ ബിജു ഒരു തർക്കത്തിനിടയ്ക്ക് ഒരു കമന്റ് ഇടേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നേ? റിസ്മി ഞങ്ങൾ സരിതേച്ചി ഫാൻസ് അസോസിയേഷൻകാർക്ക് അജു ചേട്ടൻ സരിതേച്ചി പറഞ്ഞത് അനുസരിക്കാതിരിക്കുന്നത് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. അയ്യോ, വേറൊരു കുട്ടി കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അത് ചേട്ടൻ എടുത്തിട്ടില്ല അല്ലേ? അയ്യോ, 3 വയസ്സായിട്ടുള്ള അനിയത്തിയാ ഇങ്ങോട്ടുണ്ടെന്ന്. അനിയത്തിയാണോ അതെ മോളാണോ? നമ്മുടെ വീഡിയോ ഒപ്പം ഇരുന്ന് കാണുന്നു. എന്നിട്ട് നമുക്കിന്ന് കമന്റ് ഇടാം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടേ. അതെ, അതായത് ഞാൻ പറയാം, അത് ഇട്ടോളോട്ടാ ഈ വീഡിയോയുടെ 6 വീഡിയോ മൊത്തം ഒരു 10 6 4 3000-ന്റെ അടുത്ത് കമൻറ്റ് മൊത്തം ഉണ്ട്. ആ 3000-ൽ നിന്നാണ് പെട്ടെന്ന് നമ്മൾ നോക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പലരെയും മിസ്സായി പോകട്ടെ, അതുകൊണ്ട് ക്ഷമിക്കണം കേട്ടോ. നമുക്ക് നമ്മുടെ അലീക്ക സങ്കടം വന്നു, എന്റെ കമന്റ് വായിച്ചില്ലല്ലോ, സങ്കടം വന്നു, അലീക്കയ്ക്ക് സങ്കടം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആള് കമന്റ് ഇടും. അതുപോലെ ആരാ കുറെ പേര് വിഷം പറയാറുണ്ട്. എന്റെ കമന്റ് ഡാലിയ ദിവാകരൻ, എന്റെ കമന്റ് നിങ്ങൾ വായിക്കണില്ലല്ലോ, ഞാൻ നിർത്തി, ഞാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പിണങ്ങണോ. ആള് പിണങ്ങാറുണ്ട്, ചിലവരൊക്കെ പിണങ്ങും. ചിലര് വിഷമുള്ളിലുണ്ടാവും, ചിലപ്പോൾ പറയില്ല. നിങ്ങൾ വായിച്ചില്ലെങ്കിലും ഞാൻ കമന്റ് ഇടും എന്ന് പറഞ്ഞിട്ട് ചിലര് കമന്റ് ഇടും. അങ്ങനെ അതെ, ഒരു കാര്യം ചെയ്യാം, ഇനി തൊട്ട് കമന്റ്സിന് റിപ്ലൈ കൊടുക്കാൻ ഇതിൽ എടുക്കാം. അപ്പൊ എനിക്ക് കയ്യോടെ കമന്റ്സ് വായിക്കുമ്പോൾ നല്ലതും തോന്നണൊക്കെ സ്ക്രീൻഷോട്ട് അപ്പോൾ നല്ലത് തന്നെയാ. ചിലതൊക്കെ ഇമോജികൾ മാത്രമൊക്കെ ആയിരിക്കും. ഉഷാകുമാരി, അജു സരിതേ, ഞാൻ ഇന്ന് ഈ വീഡിയോ കണ്ട് വല്ലാതെ ചിരിച്ചുപോയി. എന്താണെന്നോ, നമ്മുടെ ഇഞ്ചിയിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടാ എന്ന് അജുവിന്റെ ഡയലോഗും സരിതയുടെ ചോദ്യം കേട്ടിട്ട്. സത്യം, അജു ഒരു പാവമാണ്. അതന്നെ, നമ്മുടെ ചീരയിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ല, നമ്മുടെ ഇഞ്ചിയിൽ കുറേ സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇഞ്ചിയിലെ കടക്ക് ഇഞ്ചിയിലാണ്ട് വേറെ ഒന്നിട്ടുണ്ടാവും. അടുത്തത് കുറേ തമാശകളില്ലേ, ഞങ്ങള് ഇങ്ങനെ ഈ വീഡിയോ ഇങ്ങനെ കഴിഞ്ഞു പോവും. അത് ഇത് എഡിറ്റ് ചെയ്തിട്ട് പോകുമ്പോൾ നിതിൻ പറയൂട്ടാ, വീഡിയോ നല്ല രസമുണ്ടായിരുന്നു എന്ന് പറയൂട്ടാ. നിതിനായാലും ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയണതൊന്നും അങ്ങനെ ശ്രദ്ധിക്കില്ല. അവൻ ഇങ്ങനെ ഷൂട്ട് ചെയ്യണതിൽ ശ്രദ്ധിച്ചു പോകും. അപ്പോൾ ചിലവർ കമന്റ് ഇടാറുണ്ട്, നിങ്ങളുടെ ക്യാമറാമാനെ ഇങ്ങനെയാണ് ചിരിക്കാണ്ട് വീഡിയോ എടുക്കണേന്ന്. അതേസമയം മിഥുൻ അങ്ങനെയല്ല. മിഥുൻ നമ്മൾ പറയണതും ചെയ്യണതും എല്ലാതും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അപ്പം അതിനൊക്കെ മറുപടി വന്നുകൊണ്ടിരിക്കും. പിന്നെ നിതിൻ ഇത് എഡിറ്റ് ചെയ്യാനിരിക്കുമ്പോഴാണ് ഇത് പലതും കേൾക്കുക. അപ്പം എഡിറ്റ് ചെയ്ത് പോകുമ്പോൾ ചേട്ടനോട് പറയും, വീഡിയോ നല്ല രസമുണ്ടായിരുന്നു. എന്നിട്ട് വീഡിയോ സേവ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളൊന്ന് ചെക്ക് ചെയ്യാനായിട്ടിരിക്കും. അപ്പോഴാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഇതിൽ പറഞ്ഞിട്ടുണ്ടാകുന്നിട്ട് ഞങ്ങൾക്കും ചിരി വരും. പിന്നെ അത് മാത്രമല്ല, ചില സമയത്ത് ഓഫ് ചെയ്തിരിക്കുന്ന ടൈമിൽ കണ്ടമാനം ഇതുകളുണ്ടാവും. നമ്മൾ മറ്റേ ലാല ചേച്ചിയുടെ വീട്ടിലേക്ക് പോയില്ലേ, അപ്പം അവിടെ ഞാനതിൽ പങ്കെടുക്കണില്ലേ? ആ വീഡിയോ ഇട്ടിട്ടില്ലേ? ഇല്ലേ? അല്ല, ഞാനതിൽ രണ്ടാമത്തെ ഒരു പാർട്ട് ഉണ്ട് കേട്ടാ, പായസം ഉണ്ടായിരുന്നത്. അതിൽ ഞാൻ
ചേട്ടൻ വന്നില്ല. ഞാൻ നിൽക്കണ്ടില്ല, ഇവരെന്നെ നിൽക്കണ്ടല്ലോ, പാചകം ചെയ്യണ്ടല്ലോ, പായസം. എന്നോട് നിക്കാൻ കുറെ പക്ഷെ അപ്പൊ പുറത്ത് നിന്നിട്ട് എനിക്ക് മൈക്കില്ല, കണ്ടമാനം വെള്ളികളുടെ ഒരു പ്രളയം. അപ്പൊ ആളെ മരുമോനുണ്ട് ആശ്രയം. മോനല്ല മോൻ. ആ അല്ല സോറി, മോനുണ്ട് ആശ്രയം. ചേട്ടൻ ഇന്നെന്താ പറ്റിയെന്ന് ആകെ വെള്ളികളാണല്ലോ നീ. അജുവേട്ടൻ എന്നും ഇങ്ങനെയാന്ന് ആൾക്കറിയില്ലേ. ഭയങ്കര തമാശകളായിരുന്നു. പിന്നെന്താണ് ഹാപ്പി ലൈഫ്. ചീരനെ നശിപ്പിക്കാം, ചീര നടാം എന്നൊക്കെ പറയണ പോലെ അതന്നെ ആ വീട്. നമുക്കിനി ചീരനെ നശിപ്പിക്കാം. കവിതായൻ അജിചേട്ടൻ പറഞ്ഞ പോലെ കൊത്തിയെടുത്ത് കിളച്ച് എന്റെ നടു പോയി. നടുവിന്റെ എല്ലിന് ചെറിയ വളവുണ്ട് എന്ന്, അതുകൊണ്ടാണ് നീർക്കെട്ടിയെന്ന് ഡോക്ടർ പറഞ്ഞു. അജിചേട്ടൻ പറഞ്ഞത് ശരിയാ, ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞ പണിയാ. ശരിയാണ്. അതെ, നമ്മളുടെ രണ്ട് ആണുങ്ങളുടെയിലും പെണ്ണുങ്ങളുടെയിലും ഫിസിക്കൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ശരീരഘടന എന്ന് പറയുമ്പോൾ അത് ഈശ്വരൻ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആണുങ്ങൾക്ക് ഹാർഡായിട്ടുള്ള പണികൾ ചെയ്യാനുള്ള ഒരു രീതിയിലാണ് ശരീരഘടന, അതെ അല്ല ശരീരത്തിന്റെ അതിന് രൂപം കൊടുത്തിട്ടുള്ളത്, ഹാർഡായിട്ടുള്ള ജോലികൾ. എന്നാൽ അങ്ങനെ ഹാർഡായിട്ട് ചെയ്യുന്ന പെണ്ണുങ്ങളുണ്ട് അപൂർവമായിട്ട്. എന്ന് വിചാരിച്ചാൽ എല്ലാ പെണ്ണുങ്ങൾക്കും അങ്ങനെ പറ്റില്ല. അപ്പോൾ നമുക്ക് പറ്റണത് നമ്മൾ ചെയ്യാം അല്ലേ. വെറുതെ എന്തിനാ ചെറുപ്പത്തിലെ തന്നെ രോഗിയായിട്ട് മാറണം. നമ്മൾ വിചാരിക്കാം ഒരു ആവേശത്തിനായിട്ട് മറ്റേ മലയെടുത്ത് പൊക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതെന്താ പറയാ, അങ്ങനെ പറയില്ലേ, നല്ല ആളത് പറയണം. ഓരോന്നെടുത്ത് ഞാൻ നിർത്തി. ഞാനിപ്പോ അധികം വലിയ ലോഡുള്ള സാധനങ്ങളൊക്കെ പൊക്കെടുത്ത് കാണിക്കുന്നുണ്ടാ, നിർത്തി പരിപാടി. കാരണം നമുക്ക് തന്നെ ഇവിടെ ഒരു പിടുത്തം പെടുകഴിഞ്ഞാലേ കഴിഞ്ഞു. ആജീവനാന്ത കാലം നടുവേദനയും വന്ന് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്നും ബെഡ് റെസ്റ്റ്, ഒരു ഭാരം, ഒരു ബക്കറ്റ് ചെറിയൊരു വെയിറ്റ് ഉള്ളത് പോലും പിന്നെ എടുക്കാൻ പറ്റില്ല. അങ്ങനെ ആവില്ലേ. അപ്പൊ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് ചെയ്യാം. ഇങ്ങനെ യൂട്യൂബിലൊക്കെ പല വീഡിയോസും കണ്ട ആവേശം മൂത്തൊക്കെ പലരും പലതും ചെയ്യും. യൂട്യൂബ് വീഡിയോസ് ഒന്നും ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. 2-3 ദിവസം കൊണ്ടൊക്കെ എടുക്കണ വീഡിയോസ് ആയിരിക്കും. ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ ഒരു ജോലി ഇങ്ങനെ ഒരു പറമ്പ് മൊത്തം പണിയെടുക്കണതായിട്ടൊക്കെ കാണിക്കും. ഒരേ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാവും ചെയ്യുക, കുറച്ച്. അല്ലെങ്കിൽ വീഡിയോ ഓഫ് ആയിരിക്കുന്ന സമയത്ത് പണിക്കാരാവും ചെയ്യുന്നുണ്ടാവുക. എന്നിട്ട് നമ്മൾ ചെയ്യണ സമയത്ത് മാത്രം വീഡിയോ ഷൂട്ട് ചെയ്യും. എന്നിട്ട് ഇതൊക്കെ കൂടി എഡിറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ നമ്മൾ അത് ചെയ്ത പോലെ ആയിട്ടാണ് തോന്നുക. ഇത് കണ്ട ആവേശം മൂത്തിട്ട് ചെയ്യാൻ നോക്കിയാൽ നമ്മുടെ ആരോഗ്യം പോകും. അതുകൊണ്ട് ഒരിക്കലും അങ്ങനത്തെ ഒന്നും ചെയ്യരുത്. ഞാനത് നമ്മൾ ഒരു ചൈനീസ് വീഡിയോയിലല്ലേ കണ്ടത്, ഇങ്ങനെ ഒരു പെണ്ണ് ഒരു വേലി അങ്ങോട്ട് കെട്ടണ്, ലോകം മുഴുവൻ ഉണ്ട്. കരിങ്കല്ല് മറ്റേ സാധനം വെച്ചിട്ട് പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടാണ്. അതാണ് ആ പെണ്ണിന്റെ മേത്ത് ഡ്രസ്സും ഒരു മണ്ണ് ഒരു ഇതുപോലും ഇല്ല, അത് ചെറുതായിട്ടൊന്ന് കാണിക്കും. പിന്നെ ഇങ്ങനെ കെട്ടി ഇങ്ങനെ പോകണ ഇടയിലിടയിൽ. അവരുടെന്ന് പറഞ്ഞാൽ ഈ ലിസിക്കി എന്ന് പറയണതും ഈ ഡിയാൻസി സയോബ് എന്നൊക്കെ അങ്ങനെ കുറെ പേര് ചാനലുകളില്ലേ, അതൊക്കെ ഒരു ടീമുണ്ട്. ഒരു ടീമാണ് വീഡിയോ ഷൂട്ടിങ്, എഡിറ്റിങ്, അങ്ങനെ ഒരു സിനിമ ഷൂട്ടിങ് പോലെയാണ്. 1-2 ആഴ്ചകൾ കൊണ്ടാണ് അവരൊരു വീഡിയോ ഷൂട്ട് ചെയ്യുക. അത് കുറേ പേരൊരു ടീം. ആ യൂട്യൂബ് ചാനൽ കൈകാര്യം ചെയ്യുന്നതൊക്കെ ഈ ടീമായിരിക്കും. ഈ പെണ്ണുങ്ങൾക്ക് ഇതിലൊരു അഭിനയിക്കൽ മാത്രമാണ്, ശരിക്കും ഒരു സിനിമ പോലെയാണ് അവർ ചെയ്യുക. അതിനെക്കുറിച്ചിട്ടൊക്കെ ഇന്നാൾ വിശദമായിട്ടുണ്ടായിരുന്നു, ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ലിസിക്ക് എന്നിട്ട് അവളെ വെച്ച് വീഡിയോ ചെയ്തോടായിട്ട് തെറ്റി. അവൾക്ക് കൊടുക്കണ പ്രതിഫലം അവർക്കൊരു നിശ്ചിതമായിട്ടുള്ളൊരു പൈസയാണ് ഇവർ കൊടുക്കുക. ഇവരുടെ പേരിലായിരിക്കും ചാനലും കാര്യങ്ങളും ഇവർ കൈകാര്യം ചെയ്യുന്നതും ഇവരുടെ അക്കൗണ്ടിലേക്ക് ആയിരിക്കും യൂട്യൂബിൽ നിന്ന് പൈസ വരുന്നതും. വീഡിയോ ഇല്ലാണ്ടിരുന്നു, പിന്നെ അങ്ങനെയാണ് അതൊക്കെയും. അതൊക്കെ നമുക്കിത് എഡിറ്റ് ചെയ്ത് ഇതിന്റെ എഡിറ്റഡ് വെർഷൻ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോരം പണിയെടുക്കണേ. നമുക്ക് മനസ്സിൽ ചിന്തിച്ചറിയാം, ഇങ്ങനെ പണി സ്ഥിരം എടുക്കണവര് കുറച്ച് നാൾ പണിയെടുത്ത് കഴിഞ്ഞാൽ അവരെ പണി കഴിയും. അത്ര ഭംഗിയിലൊന്നും ഇവരിയ്ക്കില്ല, വെളുത്ത് തുടുത്ത് പരിവായിരിക്കും. അതെ, നമുക്കത് പറയേണ്ട ആവശ്യമില്ല. അപ്പൊ ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ടട്ടാ, ഇത് കണ്ടിട്ട്. അതാണ് പറയാൻ മെയിനായിട്ട് പറയാനുള്ളത്. നമ്മുടെ ആരോഗ്യം അത് വേറെ ആരും ഉണ്ടാവില്ല നമ്മളെ ഈ ഒപ്പം. ആ സമയത്ത് ആരോഗ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ അല്ല വേറെ ആരുണ്ടായിട്ട് എന്ത് കാര്യം, ഇവിടെ ആരോഗ്യം പോയാല്. അടുത്തതായി ജോൺ വർഗീസ്, ശുദ്ധമായ മനുഷ്യൻ അജു, സന്തോഷം വന്നാൽ പ്രകടിപ്പിക്കാൻ അറിയാത്ത ഒരു പാവം, എക്സൈറ്റ്മെന്റിൽ എല്ലാം മറന്നുപോകും. അതന്നെ, കൗതുകം ലേശം കൂടുതലാ. അടുത്തത് ബാബു PA, ഉഷ ചേച്ചിയുടെ കവിത അതിമനോഹരമായിരിക്കുന്നു, ഇത് വിദ്യാഭ്യാസ മന്ത്രിക്ക് അയച്ചു കൊടുക്കൂ. പ്രവേശനോത്സവത്തിന് പാടാൻ പറ്റിയ നല്ല കവിതയാണ്, തീർച്ചയായും പരിഗണിക്കും. നല്ല കവിതയായിരുന്നു കേൾക്കാനും. ആ വീഡിയോ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. അമ്മായിനെ ഉഷ ചേച്ചീനെയൊക്കെ ഇഷ്ടപ്പെട്ടു. അവിടേക്ക് നമ്മൾ ഒരു വട്ടം കൂടി പോകുന്നുണ്ട് കേട്ടാ. അത് പറയണ വേണ്ട, സസ്പെൻസ് അല്ലേ. അത് ആ വീഡിയോ വരുമ്പോൾ കണ്ടാൽ മതി. അടുത്തത് ചാർലി ഡൊമിനി, വീഗാർഡ് നിങ്ങൾക്ക് തന്ന സമ്മാനം നിങ്ങളത് അർഹതയുള്ള കൈകളിൽ എത്തിച്ചു, 1000 അഭിനന്ദനങ്ങൾ. അമ്മായി കരഞ്ഞപ്പോൾ എൻ്റെയും കണ്ണു നിറഞ്ഞു പോയി അറിയാതെ. അമ്മായിയെയും ഉഷ ചേച്ചിയെയും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ, ആശംസകൾ.
ആ വീഡിയോയിൽ മുഴുവൻ കമൻറ്റുകൾ കുറേ ഇങ്ങനത്തെയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണത്. അടുത്തത് സൂസൻ ജെയിൻ. ഐ ആം ഫ്രം UK. ഐ ആം വാച്ചിങ് യുവർ വീഡിയോസ് ഡെയിലി. ടുഡേസ് വീഡിയോ മേക്സ് മീ ക്രൈ. യു ബോത്ത് ഹാവ് ഗുഡ് ഹാർട്ട്. ലവ് യു. യുവർ അമ്മായി ഉഷ ചേച്ചി. വെരി സിമ്പിൾ ആൻഡ് ഹംബിൾ പീപ്പിൾ. ഗോഡ് ബ്ലസ് യു ഓൾ. നന്ദാസ് വ്യൂ. ഈ വീഡിയോയ്ക്ക് താഴെ ഈ അമ്മയുടെ അടുത്ത് നിന്ന് സ്കൂൾ ഭക്ഷണം വാങ്ങി കഴിച്ച മക്കൾ കമൻ്റ് ഇടുമെന്ന് വിചാരിക്കുന്നു. ഞാനും സ്കൂളിൽ പഠിക്കുമ്പോൾ കാളിയേടത്തിയായിരുന്നു കഞ്ഞി വെച്ചിരുന്നത്. എനിക്ക് സ്കൂളിൽ നിന്നും കഞ്ഞി കിട്ടുമായിരുന്നില്ല. ഞാൻ കൊണ്ടുവന്നിരുന്ന ചോറ് കാളിയേടത്തി കൊടുത്തിട്ട് മറ്റു കുട്ടികൾക്കൊപ്പം കഞ്ഞിയും ചെറുപയറും കഴിക്കാൻ ഇരിക്കുന്നത് എപ്പോഴും ഓർമ്മ വരും. അതിൻ്റെ രുചി വേറെ ഒരു ഭക്ഷണത്തിനും കാണില്ല. കാളിയേടത്തി ഇന്നില്ല. നല്ല മനസ്സിന്റെ ഉടമയാണ് നന്ദാസ് വ്യൂ. അടുത്തത് ശില്പ ശ്രീകുമാർ നായർ. എന്റെ ചേട്ടൻ വർക്ക് ചെയ്യുന്നത് ചിറ്റ്ലപ്പള്ളി ഗ്രൂപ്പിലാണ്. അവരുടെ ബ്രാൻഡായ വി ഗാർഡിന് നന്ദി. ഇനിയും നിങ്ങൾക്ക് കുറേ പ്രൊമോഷൻസ് കിട്ടട്ടെ. ഞാനിപ്പോൾ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. എന്നെങ്കിലും നിങ്ങളെ കാണണമെന്നുണ്ട്. ചേച്ചിയുടെ പാട്ട് പിന്നെ അമ്മായി പാവം എന്നും നന്മകൾ ഉണ്ടാവട്ടെ. ലവ് യു ഗൈസ്. തീർച്ചയായിട്ടും നമുക്ക് കാണാം. അതെ, ഇരിഞ്ഞാലക്കുട അല്ലേ ഇവിടെ അടുത്ത്. അടുത്തത് സിയോണാസ് ഡൈൻ. ഇങ്ങനെ ഞാൻ തോന്നുന്നുണ്ട് വായിക്കാം. ഹായ് സരിതേച്ചി, അജുവേട്ട, ജഗ്ഗുമോൻ. ഞാൻ ഇപ്പോൾ ജഗ്ഗുമോൻ അഭിനയിച്ച് വീട് പണിയുന്നവർ എന്ന ഷോർട്ട് ഫിലിം കണ്ടു. വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. മോൻ്റെ മനു എന്ന ക്യാരക്ടർ മോൻ നന്നായി തന്നെ ചെയ്തു. ഇതൊരു തുടക്കം മാത്രമല്ലേ, ഇനിയും നല്ല നല്ല അവസരങ്ങൾ മോന് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഷോർട്ട് ഫിലിമിൽ അജുവേട്ടനെ സരിതേച്ചിയും കണ്ടു. സന്തോഷം. കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ട്. അതിൽ ജഗ്ഗുവിൻ്റെ ശബ്ദം കൊടുത്ത് വേറെ ആളാണല്ലോ. ആ ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. ജഗ്ഗുവിൻ്റെ സൗണ്ട് ഇപ്പോൾ മാറിയ ടൈമല്ലേ, അപ്പോൾ ഈ സമയത്ത് സൗണ്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള പ്രേംപ്രകാശ് ലൂയിസ് എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനാണ് അത് ഡയറക്റ്റ് ചെയ്തേക്കണം. അപ്പോൾ ആൾ പറഞ്ഞു വേറെ ആളെ കൊണ്ട് നമുക്ക് ഡബ് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ജഗ്ഗും ഹാപ്പി ആയി. ഡബ് ചെയ്യാൻ പോകണ്ടല്ലോ വെച്ചിട്ട്. ചിലപ്പോൾ ഡബ് ചെയ്താലും ജഗ്ഗു ഡബ് ചെയ്താലും ശരിയാകുമെന്നും അറിയില്ല. വേറെ ആൾ ഡബ് ചെയ്ത കാരണം കൊണ്ടേ അവൻ്റെ സൗണ്ട് നമുക്ക് നല്ല പരിചയതുകൊണ്ട് കാണുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. പിന്നെ ഇപ്പോൾ കുറേ പ്രാവശ്യം ഈ ചേട്ടനത് കാണുന്നു. അപ്പോൾ കുറേ വട്ടം കണ്ട് ചേട്ടൻ പറയുന്നത് ഇപ്പം എനിക്ക് വലിയ കുഴപ്പം തോന്നുന്നില്ലേ. കാരണം നമ്മൾക്ക് ജഗ്ഗുവിൻ്റെ ശബ്ദം അറിയുന്നതുകൊണ്ട് അതിൻ്റെ ഒരു പോരായ്മ മനസ്സിലാവും. അതേസമയം ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇവൻ്റെ ശബ്ദം അറിയില്ല. നമ്മുടെ പ്രേക്ഷകരില്ലാത്തവർക്ക് കിട്ടാം. അങ്ങനെയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ അങ്ങനെ കാണുന്നു. ഇപ്പം അത് 40,000 പേരാണ്ട് ആ വീഡിയോ കണ്ടു. അത് പിന്നെ തുടക്കല്ലേ ശരി. അത് മാത്രമല്ല, അവനെ അങ്ങനെ ഇഷ്ടമില്ല, ഞാൻ പറഞ്ഞിട്ടില്ലേ, അവനെ അങ്ങനെ അഭിനയൊന്നും താല്പര്യമില്ലാത്ത മേഖലയാണ്. പിന്നെ അവൻ അഭിനയിച്ചില്ലെങ്കിൽ ആ കഥ ആ ഷോർട്ട് ഫിലിം ചെയ്യില്ല എന്ന് ആള് പറഞ്ഞു. വേറൊരാളെ ആ റോളിലേക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പം അതുകൊണ്ട് പിന്നെ പോയി. അടുത്തത് എലിസബത്ത് തോമസ്. ബ്യൂട്ടിഫുൾ ആൻഡ് ഇമോഷണൽ വീഡിയോ. ഹോപ്പ് മോർ പീപ്പിൾ വെർ കൈൻഡ് ആൻഡ് ഗിവിംഗ്. ദ വേൾഡ് വുഡ് ബി ബ്യൂട്ടിഫുൾ ഹോം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ. ഷീ സാങ് ദ പോയം വിത്ത് സോ മച്ച് ഗ്രേസ്. ഓ ഗോഡ് ബ്ലസ് ദം വിത്ത് ഓൾ ബെറ്റർ ഹെൽത്ത്. ഐ ഹാർഡ്ലി കമൻറ്റ് ബട്ട് സം വീഡിയോസ് ടച്ച് മൈ ഹാർട്ട്. അങ്ങനെ കുറേ കമൻറ്റുകളുണ്ട്. എന്തായാലും സന്തോഷം. മാലതി നായർ. ഹായ് ഡിയേഴ്സ്. നിങ്ങൾ ചിരിപ്പിക്കുക മാത്രമല്ല ചിന്തിപ്പിക്കുക കൂടി ചെയ്യുന്ന നല്ല മനസ്സിൻ്റെ ഉടമകളാണ്. നിങ്ങൾക്ക് കിട്ടിയ സമ്മാനം അർഹതപ്പെട്ട കൈകൾ കൊടുത്ത് നിങ്ങൾക്ക് ബിഗ് സല്യൂട്ട്. എന്നും നിങ്ങളുടെ വീഡിയോയ്ക്കായി കാത്തിരിക്കും. കുറച്ച് പ്രാവശ്യം വിളിച്ചു ഫോണിൽ. സരിതയുമായി സംസാരിക്കണമെന്നുണ്ട്. എപ്പോഴെങ്കിലും നടക്കുമായിരിക്കും അല്ലേ സരി? അജുവിനോട് സംസാരിച്ചിട്ടുണ്ട് കേട്ടോ. വടകരയാണ് ഞാൻ. അതെ. അടുത്തത് LP. അജു സരിത, ഞാനും മോനും ഇന്നലെ തൃശ്ശൂർക്ക് വന്നിരുന്നു. മാരാർ റോഡിൽ ഒരാളെ കാണാൻ വന്നതാ. ഇന്നലെ തന്നെ തിരിച്ചു വന്നു. എന്നെങ്കിലും ഒരു വരവ് വരും ഞാൻ സരിതയെ കാണാൻ, അജുവിനെയും ജഗ്ഗുവിനെയും ഒക്കെ. തീർച്ചയായിട്ടും വരും. അടുത്തത് റിയാസ്. മസാലയെല്ലാം പൊടിക്കാൻ ജാറിലാക്കി പൊടിച്ചു കഴിഞ്ഞു. ജാർ തുറന്നു നോക്കി അജുവിൻ്റെ മുഖത്ത് ആശ്ചര്യം. എന്നിട്ട് പറഞ്ഞു ഹായ് ഇത് പൊടിഞ്ഞൂലോ. ഇത് കേട്ട് ഞാനാകെ കൺഫ്യൂഷനിലായി. ഇതിപ്പോൾ പൊടിക്കാൻ തന്നെയല്ലേ ഇതിലിട്ടത്, പിന്നെ ഇത് പൊടിഞ്ഞൂലോ എന്ന് പറയേണ്ട വലിയ ആവശ്യമുണ്ടോ? പിന്നെ അമ്മാമ്മയെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ വല്യമ്മാനെ ഓർമ്മയിൽ വന്നു. അത് ശരിയാ. ആ വീഡിയോ കണ്ടപ്പോൾ ഞങ്ങളും പറഞ്ഞു ഇതെന്താ. വീഡിയോ എടുത്തോണ്ടിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല, പക്ഷെ വീഡിയോ കാണുമ്പോൾ തോന്നി. ചേട്ടൻ്റെ ആഹ്ലാദപ്രകടനം. ഇത് പൊടിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല, എന്താ പറയാ. അടുത്തത് സന്ധ്യ ബിജു. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഈ കമന്റ് ഇട്ടിട്ട് ഡിലീറ്റ് ചെയ്തതാണ്. വീണ്ടും ഇടുന്നു. സംശയമാണ്, നിങ്ങൾക്ക് പ്രൊമോഷൻ വീഡിയോ ചെയ്യാനുള്ള ഓഫർ വരുന്നില്ലേ? ഫേസ് ക്രീം, ഫേസ് വാഷ്, അങ്ങനെ ഓരോ പ്രോഡക്റ്റ്. സരിതയുടെ മുഖം നല്ല ക്ലിയർ ആണ്. ഇതോ ഇങ്ങനെയൊക്കെയുള്ള പ്രൊമോഷൻ ചെയ്യാൻ പറ്റിയ മുഖം മൊത്തം കുരുവും കറുപ്പും ഉള്ളവർ വരെ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നു. എന്നിട്ട് മേക്കപ്പ് ഇട്ടിട്ട് പറയും ഇത് കുറച്ച് മാസം കൊണ്ട് ഉപയോഗിക്കുക, അതാണ് മുഖം ക്ലിയർ ആയെന്ന്. പക്ഷെ കഴിഞ്ഞ മാസം വേറെ പ്രോഡക്റ്റ് ആയിരിക്കും ഇതേ ഡയലോഗ് വെച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്.
എനിക്ക് തോന്നുന്നു സരിത കൂടുതൽ സത്യസന്ധത ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ വീഡിയോ ചെയ്യാത്തതാണോ? തൃശ്ശൂർ തന്നെയുള്ള യൂട്യൂബേഴ്സ് ഉണ്ട് ഇങ്ങനെയുള്ള വീഡിയോ ചെയ്തിട്ട് ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിക്കുമ്പോൾ തന്നെ അറിയാം മേക്കപ്പിൻ്റെ ഗുണം. നല്ല കാശല്ലേ പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന്. പ്രൊമോഷൻ വീഡിയോകൾ തുരുതുരേ വരാറുണ്ട് നിറയെ. നമ്മുടെ മെയിലിലേക്കാണ് ഇങ്ങനത്തെ വരാം. ഈ നോർത്ത് ഇന്ത്യൻ അങ്ങനെയൊക്കെയുള്ള കുറേ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ടീമുകളുണ്ട്. ഓരോ പ്രോഡക്റ്റിന് വേണ്ടിയിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓരോ കമ്പനികൾ ചെയ്യാൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ അവരാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യുക. അങ്ങനെയുള്ളവർ ഈ പാത്രങ്ങളുടെ അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ വരാറുണ്ട്. ഈ പറഞ്ഞ ഫേസ് വാഷും അങ്ങനത്തെ ബ്യൂട്ടി പ്രോഡക്ട്സ് ഉണ്ടല്ലോ, അതിൻ്റെ എന്ന് പറയണ പോലെ നമുക്ക് മെയിൽ വരും. അപ്പം നമ്മളതൊക്കെ നല്ല പൈസയും കിട്ടും. പക്ഷേ നമുക്കത് എങ്ങനെ ചെയ്യാൻ പറ്റാ? ഞാനതൊന്നും ഉപയോഗിക്കാറില്ല. ഞാനത് ഉപയോഗിക്കാണ്ട് ഞാനെങ്ങനെയാണ് അത് അടിപൊളിയാണ് പറഞ്ഞിട്ട് എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് അത് റിവ്യൂ പറയുക? അതുപോലെ ഹെയർ ഓയിലൊക്കെ, എനിക്ക് മുടി ആകെ 4 മുടിയാണ് ഉള്ളത്. ഇത് വെച്ചിട്ട് ഈ സാധനം തേച്ചിട്ട് എൻ്റെ മുടി നന്നായി വലുതായി എന്നൊക്കെ ഞാനിങ്ങനെ പറയാ. അതുകൊണ്ട് നമുക്ക് പറ്റിയത്, അതായത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് പരമാവധി ചെയ്യും. ഞങ്ങൾക്ക് ചെയ്യാൻ വരണ തന്നെ ഞങ്ങൾക്ക് ചിലത് കാണുമ്പോൾ നല്ലതായിട്ട് തോന്നും. ആ തോന്നിയത് പോലും ഞങ്ങൾ ചെയ്യാറില്ല. അവരുടെ അടുത്ത് വരെ ഞങ്ങൾ പറയാ ഞങ്ങൾ ആദ്യം ഇത് ഉപയോഗിച്ച് നോക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് കാണട്ടെ, ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമായിട്ട് ചെയ്യുള്ളൂ, ഇത്രയാണ് ഞങ്ങളുടെ റേറ്റ്, ഇത് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ അവിടെ വന്ന് കാണാം, വന്ന് കണ്ടിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ വീഡിയോ ചെയ്യുള്ളൂ എന്ന് പറയും. അല്ലെങ്കിൽ എന്ത് പ്രോഡക്റ്റ് ആയാലും 1-2 മാസം ഞങ്ങളത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഞങ്ങൾ വീഡിയോ ചെയ്യുള്ളൂ എന്ന് പറയും. കാരണം നിങ്ങൾ നമ്മളിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസം ഉണ്ടാവും, നമ്മൾ തകർക്കാൻ പാടില്ല. നമ്മൾ ഈ കാശ് മോഹിച്ച് കുറേ ഇങ്ങോട്ട് വീഡിയോ കുറേ പ്രൊമോഷൻ ചെയ്താൽ ഞങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ലോണൊക്കെ വേഗം വീട്ടാം. കുറേ പ്രൊമോഷൻ അങ്ങോട്ട് ചെയ്തിട്ട് എന്തിനുള്ള സ്നേഹം കളയാനായിട്ട് അത് ശരിയല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് നല്ല സാധനമായിരിക്കും, പരമാവധി നല്ല സാധനമായിരിക്കും. ഇപ്പൊ ചിലപ്പോൾ സംഭവിക്കാം. ഇനിയിപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ട് അത് വേറെ ആൾക്കാർക്ക് അത് വരാം. ചിലപ്പോൾ അപൂർവം ചിലവർക്ക് അത് നമുക്ക് എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ട് വരണമെന്നില്ലല്ലോ. ഇപ്പോൾ ഈ ചില ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ പറയില്ലേ, ചിലവർക്ക് ഇപ്പോൾ സാംസങ് നല്ലതാന്ന് പറയും ഫോൺ, എന്നാൽ ചിലവർക്ക് അത് വാങ്ങിച്ചു കഴിയുമ്പോഴേക്കും കുറച്ച് നാൾക്കുള്ളിൽ കേടാവും. എൻ്റെ S24 എന്ന് പറഞ്ഞ സാംസങ്ങിൻ്റെ ഫോണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഇതെടുക്കാൻ പോയിട്ട് പെട്ടെന്ന് ചുട്ട വെയിലത്താണ്, മറ്റേ തെക്കേ ഗോപുരം തുറന്നിട്ട് എടുക്കണ ഭാഗം എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം ഫോൺ പെട്ടെന്ന് ചൂടായി, ചുട്ട വെയിലത്താണ് നിൽക്കണതേ. 2 മിനിറ്റ് ആയപ്പോൾ ചൂടായിട്ട് പിന്നെ സ്റ്റോപ്പായി, ക്യാമറ സ്റ്റോപ്പായി, അന്ന് എടുക്കാൻ പറ്റിയില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ നമ്മൾ 85,000 രൂപ കൊടുത്ത് വാങ്ങിച്ച ഫോണാണ് കേട്ടോ, ആലോചിക്കണം. അപ്പം അങ്ങനെയൊക്കെ വരും. അപ്പോൾ നമുക്ക് ഞാൻ ഉപയോഗിക്കാത്ത സാധനങ്ങളാകുമ്പോൾ നമ്മൾ ചെയ്യില്ല. അതുപോലെ പിന്നെ ഏറ്റവും കൂടുതൽ വരണതാണ് കുറേ ഗെയിമിംഗ് ആപ്പുകളുണ്ട് കുറേ. അടുത്തത് റെജിമോൻ VM. ഞങ്ങളുടെ അടുത്താണ് സതീഷ് ചേട്ടനും ഹസീന ചേച്ചിയും. എന്ത് വിനയവും സ്നേഹമാണെന്നോ. മറ്റത്തിൽ ഹൗസ്. ഒരാൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന് ഉദാഹരണമാണ് സതീഷ് ചേട്ടൻ. ബിഗ് സല്യൂട്ട്. ലാലാൻറ്റിയുടെ 2 പേരില്ലേ ഭയങ്കര എന്തൊരു ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞാൽ അതാണ് ശരിക്കും. ആ ശബ്ദം തന്നെ ലാലാൻറ്റിയുടെ ഇങ്ങനെ ഒരാളെ വേദനിപ്പിക്കാത്ത രീതിയിലുള്ള ശബ്ദമാണ്. എന്തൊരു സോഫ്റ്റ് സൗമ്യമായിട്ടുള്ള പെരുമാറ്റവും സൗമ്യമായിട്ടുള്ള ശബ്ദം ഇങ്ങനെ വരില്ലേ പുറത്തേക്ക്, ഭയങ്കര രസമാണ്. അതേപോലെ തന്നെ ആ ചേട്ടനും, ചേട്ടൻ എന്ന് പറയുമ്പോൾ അങ്കിള് സതീഷ് ചേട്ടൻ എന്ന് പറഞ്ഞത്, പിന്നെ അവരെ മക്കളും ഇപ്പം മോനും മരുമകളും ഒക്കെ ആയിട്ട് നന്നായി വർത്താനം പറഞ്ഞതാണ്. അവർ കുറേ വർഷമായിട്ട് ഓസ്ട്രേലിയയിൽ സെറ്റിൽഡാണ്. പിള്ളേർക്കൊന്നും മലയാളം അങ്ങനെ നമ്മൾ സംസാരിച്ചറിയും. 2 പിള്ളേർ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്നത്. അടുത്തത് ജൂലിയ കുറ്റിക്കാട്ട്. എനിക്ക് ഓർമ്മയുണ്ട് ചെറുപ്പത്തിൽ ആണിയിൽ കളിച്ചത്, അമ്മാടം, നൊസ്റ്റു ഓർമ്മകൾ. ഇപ്പോൾ ഈ കാനഡയിൽ 15 ഡിഗ്രി തണുപ്പിൽ ആ പറമ്പൊക്കെ കണ്ട് കൊതിയാവുന്നു. ഈ വീഡിയോസ് ആണ് ഒരു രക്ഷ. മനസ്സിന് സമാധാനം, സന്തോഷം, എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ. പണ്ട് നാട്ടുമ്പുറങ്ങളിലൊക്കെ ആണി എന്ന് പറയും, ഇങ്ങനെ ചാല് വെള്ളം തിരിച്ചു വിടാം. ആ ചാലൊക്കെ എടുക്കും നമ്മൾ, നല്ല തെളിയായിട്ടുള്ള വെള്ളം. എന്ത് സുഖമായിരുന്നു, ഓർമ്മ. അടുത്തത് ബിജി നാരായണൻ. നല്ല ഐശ്വര്യമുള്ള ആൻറ്റി, സംസാരം വളരെ സോഫ്റ്റ്, മടുപ്പ് തോന്നാത്ത ബിഹേവിയർ. ആൻറ്റിയുടെ സ്ഥലം എവിടെയെന്ന് പറഞ്ഞില്ലല്ലോ. ഞാൻ കരുതി അജു വെള്ളം പോകാനുള്ള ചാലി കിടന്ന് കാണിക്കുന്നു. കെടുക്കാൻ പോയിന്നായിരുന്നു. അപ്പോഴാണ് ആ കൈത മുള്ള്, അയ്യോ എന്നെ കൈത കടിച്ചു എന്ന് പറഞ്ഞില്ലേ, ആ മുള്ളു കുത്തിയത്. പാലിക്കരയാണ് നമ്മൾ പറയണില്ലേ വീഡിയോ, പാലിക്കരയെന്ന് പറയുന്നുണ്ട്, കേട്ടിട്ടില്ലെന്നുണ്ടല്ലേ. പ്രാർത്ഥന. അജു ചേട്ടാ, സരിതേച്ചി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് സൗമ്യ. ജഗുവിൻ്റെ ഷോർട്ട് ഫിലിം കണ്ടു. നിറഞ്ഞ കണ്ണുകളോടെയാണ് ഞാനത് കണ്ടു തീർത്ത്. ഇപ്പോഴത്തെ സാമൂഹിക പ്രസക്തമായ ടീം. സരിതേച്ചി കരഞ്ഞോ ഇത് കണ്ടപ്പോൾ അറിയാനൊരു ആകാംക്ഷ. ജഗന്നാഥൻ ടി അജിത്തിന് അഭിനന്ദനങ്ങൾ. കരഞ്ഞില്ല, പക്ഷെ ഒരു ഫീല് വന്നു, നമുക്ക് ഒരു ഫീല് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. കണ്ടവരൊക്കെ പറഞ്ഞു.
അടുത്ത് ജെമിനി അച്ചു. എൻ്റെ പൊന്നു ദൈവമേ, എന്തൊരു ഭംഗിയാ, കണ്ണും മനസ്സും നിറഞ്ഞ വർണ്ണ ശബളമായ ഒരു കാഴ്ച. ഈ ലോകത്തിൽ എല്ലാവർക്കും തുല്യമായി ദൈവം വിധിച്ചു നൽകിയ സമയം മാത്രമേ ഉള്ളൂ. അത് പാവപ്പെട്ടവനും പണക്കാരനും എന്ന് വേണ്ട സകല മനുഷ്യർക്കും 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ ഒരു ദിവസം എന്നത്. ആ ചേച്ചിക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ഇത്ര മനോഹരമായി പരിപാലിക്കാൻ? പൂക്കൾ, പച്ചക്കറികൾ, ഡ്രസ് വർക്ക് എല്ലാം വളരെ വളരെ മനോഹരം, വാക്കുകളില്ല. ഇതൊക്കെ ഞങ്ങൾ കാണിച്ചു തന്നത് നമ്മളെയും ആനന്ദിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്ത അജൂസ് വേൾഡിന് 1000 നന്ദി. അതോടൊപ്പം കുറച്ച് സമയത്തേക്കെങ്കിലും നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യും ഇത്തരം കാഴ്ചകൾ. ദൈവം നൽകിയ സമയത്ത് മുഴുവനായിട്ട് യൂസ് ചെയ്യുന്ന ബീന ചേച്ചിക്ക് ഒരു ബിഗ് സല്യൂട്ട്, പ്രത്യേകിച്ച് ആ പൂക്കൾ പരിപാലനത്തിന്. എന്തൊരു ഭംഗിയാ കാണാൻ ദൈവമേ. അവരെന്നെ പറയത് കുറേ സമയം അവരതിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട് കേട്ടോ. അതിനെ തന്നെ പിന്നാലെ നിന്ന് അതിനെ പരിപാലിക്കുന്നുണ്ട്. പക്ഷെ അതങ്ങോട്ട് രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് വന്നിട്ട് ഈ ഫ്രണ്ട് ഡോർ അങ്ങോട്ട് തുറന്നിട്ട് ഇങ്ങനെ ഈ കാഴ്ചകൾ കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട് മനസ്സിന്. ഈ കാഴ്ചകൾ കാണുമ്പോൾ ഒരു മനസ്സും കണ്ണും മനസ്സൊക്കെ നിറഞ്ഞിങ്ങനെ ഒരു പ്രസന്നത വരുമല്ലോ കാലത്തിന്. അപ്പോൾ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും അന്നത്തെ ദിവസത്തേക്ക് മുഴുവനുള്ളൊരു ഊർജ്ജം. അപ്പം അത് കൊണ്ട് അവർക്ക് ആ പണിയെടുക്കണതൊന്നും ഒരു പണിയായിട്ട് തോന്നുന്നില്ല. അങ്ങനെ അല്ല, അങ്ങനെ അതിനെ പറ്റിയുള്ള കുറേ വീഡിയോകളുണ്ട്, അല്ല കുറേ കമൻറ്റുകളുണ്ട് കേട്ടോ. അതിനെ പറ്റി കുറേ വീഡിയോകളുണ്ട്. ബോഗൻവില്ലയിൽ ആളുടെ പൂന്തോട്ടത്തിനെ പറ്റിയിട്ട് കുറേ കമൻറ്റുകൾ ഞാൻ അധികം എടുത്തിട്ടില്ല. ഇതിലത്തെ എല്ലാവരും ബീന ചേച്ചി സൂപ്പർ എന്ന് പറഞ്ഞിട്ട് ഒക്കെ നല്ല കമൻസാണ് ഇട്ടിട്ടുള്ളത്. അടുത്തത് അബ്ദുൾ അലി. സൂപ്പർ പൂക്കൾ തോട്ടം, നിങ്ങളുടെ വ്ളോഗാണ് കേരളത്തിലെ സൂപ്പർ വ്ളോഗ്. അലിക്ക മലപ്പുറം, സൗദി. ഞാൻ വരുമ്പോൾ സൂപ്പർ ബനാന ചിപ്സ് കൊണ്ടുവരാം. അലിക്ക മലപ്പുറം. ഇവിടെ കിട്ടില്ലേ ചിപ്സ്? ഞങ്ങൾ ഇങ്ങോട്ട് വായോ അലിക്കാക്കി, ഞങ്ങൾ വരാം. ഇവിടെ നിന്ന് അടിപൊളി ചിപ്സ് നമുക്ക് ഉണ്ടാക്കാം. അടുത്ത നളിനി പണിക്കർ. ഇപ്പോൾ 75 വയസ്സുള്ള എന്നെയും മാഷ് പഠിപ്പിച്ചിട്ടുണ്ട്. അന്ന് മാഷ് പുതുതായി വന്നതായിരുന്നു. വളരെ നല്ലൊരു അധ്യാപകനാണ്. 9ലും 10ലുമാണ് മാഷ് പഠിപ്പിച്ചിട്ടുള്ളത്. ആ വീടിന് മുന്നിൽ കൂടെയാണ് എൻ്റെ വീട്ടിലേക്കുള്ള വഴി. അടുത്ത പ്രാവശ്യം വരുമ്പോൾ മാഷിനെ കാണുവാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ ബോംബെയിലാണ് ഇപ്പോൾ ഉള്ളത്. ആന്റണി മാഷെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ഹെഡ് മാഷ് മറ്റത്തെ ഇട്ട വീഡിയോൻ്റെ. അപ്പോൾ ആളെ വിദ്യാർത്ഥിനിയായിരുന്നു ഈ നളിനി പണിക്കർ, 75 വയസ്സുള്ള ആള്. അടുത്തത് സാർ SAR എന്നിട്ട് പേരാവോ. മാഷിനെ കുടുംബത്തെയും പരിചയപ്പെടുത്തിയതിൽ സന്തോഷം. അജേട്ടൻ മല്ലികയെ എന്ന ആ ചേച്ചിയുടെ മുന്നിൽ നിന്ന് പാടിയത് ശരിയായില്ല. ഒരു പൂവാലിനെ പോലെ തോന്നിയിരുന്നു. പൂവാലനെ പോലെയൊന്നല്ല, പൂവാലൻ തന്നെയാണ്, നല്ല അസല് പൂവാലൻ. ഞാനത് സാധാരണ പോലെ മല്ലിക എന്ന് പറഞ്ഞ ഇത് പാടി അങ്ങനെയാണ് പോയില്ലേ മല്ലിക എന്ന് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ. ഞാനങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. പാവം ചേച്ചി. അതില് റിയാസ് ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ചേട്ടൻ കണ്ട? എന്നിട്ടാ പോട്ടെ ഇങ്ങോട്ട് പോട്ടെ. ശരി. അടുത്തത് ഷിബി ആന്റണി കെ. വീട് പണിയുന്നവർ ടെലിഫിലിമിൽ ജഗ്ഗുവിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ആരാണ് എന്ന് ഓർമ്മ ഒന്നുമില്ല. പിന്നെ ആന്റണി മാഷന്റെ ഫാമിലിയുമായിട്ടുള്ള അഭിമുഖത്തിലാണ് മനസ്സിലായത്. ഗുഡ് പെർഫോമൻസ്. ജഗ്ഗുവിന്റെ അപ്പാപ്പനും അമ്മാമയായിട്ട് അഭിനയിച്ചത് അവർ തന്നെയാണ്. ചിത്ര ഗോൾട്ടൻ. ഹായ് സരിതായി സോ ജഗ്ഗു മലയാളം ഷോർട്ട് ഫിലിം വെരി നൈസ്ലി ഹിഡ് ഇറ്റ്. ഓൾ ദ ബെസ്റ്റ് ജഗ്ഗു. ദിസ് വീഡിയോസ് ഓൾസോ ഇൻട്രസ്റ്റിംഗ്. ദ അച്ചാർ യു ആർ മെൻഷനിങ്, വാട്ട് ഈസ് ദ ഇംഗ്ലീഷ് വേർഡ് ഓഫ് പിണ്ടി? പിണ്ടീന് ഇപ്പൊ എന്തൊട്ട് പറയാ? വളരെ ഉള്ളിലത്തെ സാധനം. വാച്ച് യുവർ വീഡിയോസ് ആൻഡ് ഓൾ നാച്ചുറൽ ടോക്ക് യു. ലൈക്ക് ടു മീറ്റ് യു. ഗോഡ് ബ്ലസ് യുവർ ഫാമിലി. അപ്പം ഇന്ത്യ അച്ചാർ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു അല്ലേ. അത് അവരുടെ മാസ്റ്റർ പീസ് സാധനമാണ്. അതിന് ഭയങ്കര ഡിമാൻഡ് അത്ര. എല്ലാവരും അത് വേണമെന്ന് പറയുന്നു. വർഗീസ്. അജേട്ടൻ സരിതയോട് ഇടയ്ക്ക് കയറല്ലേ എന്ന് പറഞ്ഞപ്പോൾ വിരൽ ചുണ്ടത്ത് വെച്ചുള്ള നിൽപ്പ്. അന്ത ഭയം വേണം. വീഡിയോ സൂപ്പർ. എന്നിട്ടാണ് ഞാൻ ഇടയ്ക്ക് കയറി പറയാണ്ടിരിക്കുന്ന അറിയില്ലേ ഇടയ്ക്ക്. അയ്യോ, ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ട് അറിയില്ല. അത് പകുതി വരെ കണ്ടുള്ളൂ. ഞാൻ പാളയുടെ കാര്യം പറഞ്ഞ നടക്കില്ലേ. നടക്കുമ്പോ ഞാനും ഇങ്ങനെ സംസാരിച്ചു. നീ പാട്ട ഉപയോഗിക്കുന്ന കാര്യം പറയുമ്പോഴാണ് അപ്പൊ ഞാൻ പറയാം ഇടയ്ക്ക് കയറാണ്ടിരിക്കുന്ന അറിയില്ല. പിന്നെ രാഗി സജി. ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്ത് അജേട്ടൻ കണ്ടപ്പോൾ പാവം തോന്നി. കുറേ ഫുഡുണ്ട്, എല്ലാം ഒന്ന് ടേസ്റ്റ് ചെയ്യണം എന്നൊരു ഭാവമായിരുന്നു. സത്യം. അതുണ്ടാവും. നമുക്ക് എങ്ങനെ അവരോട് ചോദിക്കും, നീ എങ്ങനെ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനത്തെ കുറേ ചിന്തകൾ അങ്ങോട്ട് മനസ്സിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് തലച്ചോറിൻ്റെ ഉള്ളിൽ കൂടെ കടന്നു പോയി കുറേ സമയം. അതേ ഇരിക്കുന്നു കാണുമ്പോൾ തന്നെ അറിയാം അടിപൊളിയാണെന്ന്. ആ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ അത് പാക്ക് ചെയ്യാൻ ഉള്ള വലിയ പാത്രത്തിലേക്ക് അത് മാറ്റുകയാണേ. അപ്പം ഇങ്ങനെ വലിയ 2-3-4 കൈലുകൾ എടുത്തിടും. അപ്പം ആ വലിയ വട്ടയ പോലത്തെ അതിൻ്റെ അടിയിൽ ഇങ്ങനെ അത് പരക്കും. അത് പരന്നു കഴിയുമ്പോൾ ആ ചേച്ചി, ഈ അല്ലി ചേച്ചി, വെള്ള എള്ളില്ലേ അതിങ്ങനെ 2 പിടി വാരിയിലിടും. പിന്നെ കുറേ സബോള ഇങ്ങനെ വളർത്തി ഇതാക്കി വെച്ചിട്ടുണ്ട്, ബിരിയാണിക്ക് വറുത്ത് വയ്ക്കില്ല അതുപോലെ. അതിൽ നിന്ന് കുറേ വാരിയിടും. അത് കഴിയുമ്പോൾ വീണ്ടും 3-4 കയ്യിലിടും. പിന്നെ അതിൻ്റെ മേലെ എള്ളും ഇടും. അങ്ങനെ ആയിട്ട് ലെയർ അതുപോലെ അത് ആക്കിയത്. അങ്ങനെ തന്നെ എടുത്തിട്ട് അതിൻ്റെ മേലെ കുറച്ച് വെതറല്ല ചെയ്തേ.
പിന്നെ അവരത് വേറെ പാത്രത്തിലേക്ക് ഇങ്ങനെ അതും കുറേശ്ശെ ഇത്ര കനത്തിൽ ഇടുമ്പോൾ അതിൻ്റെ മേലെ ഇത് ഇട്ടുകൊണ്ടിരിക്കണ്ടേ. പിന്നെ ഇങ്ങനെ ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കും. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അവർ ഫസ്റ്റത്തെ വട്ടം പോലെ ഞങ്ങൾ ഷൂട്ടിങ്ങിൻ്റെ അന്ന് നമ്മൾ കഴിച്ചത് വെള്ളയപ്പവും ചിക്കൻ കുറുമിയായിരുന്നു, പാസ്തയൊക്കെ ഇട്ടിട്ട്. ഞാൻ ആ കുറുമി ഇരിക്കണപ്പോൾ എനിക്കത് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ഞാൻ ഒരു വെള്ളയപ്പം എടുത്തിട്ട് കഴിക്കാൻ ഞങ്ങൾ പോകാൻ നിന്നു. അപ്പോൾ അവർ കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കഴിക്കാൻ നിന്നു. അപ്പോൾ ഞാൻ ഈ ചിക്കൻ കുറുമ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ നമുക്ക് ചിക്കൻ കുറുമയല്ല, ചിക്കൻ സ്റ്റ്യൂ. എന്നിട്ടത് ഒരു ലേശം ഒഴിച്ച് കഴിച്ചപ്പോഴേ ഇത്ര ടേസ്റ്റാ. അപ്പം ഞാൻ പിന്നെ 3-4 വെള്ളയപ്പം കഴിച്ചു, നന്നായിട്ട് കറിയും കഴിച്ചു. അതെങ്ങനെ ഉണ്ടാക്കണേ ചോദിക്കാറോ ചേച്ചിയോട്? ചോദിക്കാം അതുപോലെ പിണ്ടി അച്ചാർ എങ്ങനെ ഉണ്ടാക്കണേന്ന് ചോദിക്കണം. എല്ലാം ചോദിക്കാം. അവരെ കാറ്ററിംഗ് പൊളിക്കുന്നുണ്ട്. ഇല്ല അല്ലാതൊന്നും ചോദിക്കണ്ട. ഈ സാധനം ഇതൊന്നും അവരങ്ങനെ കൊടുക്കണതല്ലാന്ന് തോന്നുന്നു. ഉവാട്ടാ കൊടുക്കും തോന്നുന്നുണ്ട് ചിക്കൻ സ്റ്റ്യൂ ഒക്കെ ഉണ്ടാവും. പിന്നെ അവരങ്ങനെ കുറെ ഓർഡറുകൾ അങ്ങനെ അതൊന്നും അവരെ കൊണ്ട് പറ്റില്ല. ചേച്ചി പറഞ്ഞില്ലേ റിയാസ്, ഞാൻ ഈ കമന്റ് ഞാൻ ചോദിച്ചെടുത്തു. സരിത അവിടുത്തെ ജോലിക്കാരുടെ ഓരോരുത്തരുടെ പേര് ചോദിച്ചു. എന്താ പേര്? റജു. സരിത നല്ല പേര്. എന്താ പേര്? അടുത്ത ആളോട് മല്ലിക. സരിത നല്ല പേര്. അടുത്ത ആളോട് എന്താ പേര്? അടുത്തയാൾ എൻ്റെ പേര് വിജി. നല്ല പേരല്ലേ? ഒന്നും പറഞ്ഞില്ല. ഇത് കേട്ട് സരസ്വതിയും റഹ്മത്തും സുധയും അങ്ങ് കലി തുള്ളി ഒറ്റ വരവായിരുന്നു. അപ്പം ഞങ്ങളുടെയൊക്കെ പേരെന്താ വല്ല ഊള പേരാണോ? നല്ല പേരല്ലേ? ഇത് കേട്ട് സരിത മനസ്സിൽ പറഞ്ഞു, ഈശ്വരായ നേരത്താണോ ഇവരോട് പേര് ചോദിക്കാൻ തോന്നിയത്? എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. രണ്ടുപേരുടെ പേര് നല്ല പേരെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവർ നോക്കി നിൽക്കുമോ? തല്ല് കിട്ടാതെ തടി രക്ഷപ്പെട്ടു ഭാഗ്യം. അല്ല ചില പേര് ഇങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അറിയാണ്ട് എൻ്റെ വായിൽ വരുന്നതാ. ഇങ്ങനെ റിജു എന്നൊക്കെ പറയുമ്പോൾ ഒരു പെണ്ണുങ്ങൾക്കൊന്നും അങ്ങനെ കേൾക്കാത്ത പേരല്ലേ. അപ്പം അതുകൊണ്ട് നല്ല പേര് റിജു. പിന്നെ മല്ലിക എന്ന് കേൾക്കുമ്പോൾ നല്ല രസമുള്ള പേരായിട്ട് തോന്നി. ബാക്കിയൊക്കെ കോമൺ ആയിട്ടുള്ള പേരല്ലേ. സുധ, എന്നിട്ടാണ് സരസ്വതി, അതൊക്കെ നല്ല പേരല്ലാണ്ടല്ല, എല്ലാം നല്ല പേരാണ്. സരിത എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞ പൊട്ട പേരാണ്. ഞാൻ പറയുന്നത് നല്ല പേരെന്ന് പറഞ്ഞു. എത്രയോ പേര് സരിത എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ലോകം മുഴുവൻ കേൾക്കണു. നല്ല പേരണ്ടി അല്ല, നീ വായിച്ചോ? അടുത്തത് ശോഭ ജയകുമാർ. അജു സരിത, ഞങ്ങൾ ഗുജറാത്താണ് താമസം. ഈ മാസം നാട്ടിൽ വരുന്നുണ്ട്. നിങ്ങളെ ഒന്ന് കാണണമെന്നുണ്ട്. നാട്ടിൽ ചിയാരമാണ് ഞങ്ങളുടെ വീട്. നിങ്ങളുടെ വീഡിയോ എല്ലാം കാണാറുണ്ട്. നിങ്ങളുടെ അഡ്രസ്സ് ഒന്ന് അയച്ചു തരുമോ പ്ലീസ്? വളരെ എളുപ്പമാണ്. നമ്മുടെ ചിയാരത്ത് നിന്ന് കമ്പനിപ്പടി ഉണ്ട്. നമ്മുടെ ഫൺ മൂവീസിന് മതി കേട്ടോ. ക്രിസ്റ്റോഫർ കഴിഞ്ഞിട്ട് കമ്പനിപ്പടി ഒല്ലൂർ സെന്ററിലേക്ക് വരുന്ന വഴി. ഒല്ലൂർ സെന്റർ എത്തണ്ടായി. അപ്പോൾ ചിയാരത്ത് നിന്ന് ഒരു 1.5 കിലോമീറ്റർ ആണ് പോകുന്നത്. കഴിഞ്ഞ് കമ്പനിപ്പടി സ്റ്റോപ്പിൽ ഓട്ടോറിക്ഷക്കാരുടെ യൂണിയൻകാരോട് ആരെയോടെങ്കിലും വേണം ചോദിച്ചാൽ അജുവിൻ്റെ വീട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വഴി പറഞ്ഞു തരും അല്ലേ? അതന്നെ. അടുത്തത് അനുമോൾ ജിതിൻ. സരിതേച്ചി, ഇത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഫംഗ്ഷന് ഫുഡ് വാങ്ങുന്നത്. നല്ല ഫുഡാണ്. നിങ്ങൾ ഇവിടെ വന്നു എന്നറിഞ്ഞെങ്കിൽ ഞാനും വന്നേനൊന്ന് കാണാൻ. ഞാനിപ്പോൾ ഉള്ള ടൈമായിരുന്നു. ഞാൻ ദുബായിലാണ്. ഇതിനു മുമ്പ് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ വീടും മറ്റത്തിലാണ്. നിങ്ങളെ നേരിൽ കാണാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഒരിക്കൽ ഞങ്ങൾ വീട്ടിൽ വന്നോട്ടെ, ഒന്ന് കാണാൻ. ഒരുപാട് ഇഷ്ടം ചേച്ചി, അജുവേട്ടൻ, ജഗ്ഗു. പിന്നെന്താ വരാമല്ലോ, തീർച്ചയായിട്ടും വരാമല്ലോ. നമ്മളിപ്പോൾ സ്ഥലം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രതികരണം പരിപാടി ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടുതൽ എഴുതുക. നമ്മൾ പരമാവധി നമ്മൾ വായിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിർത്താം. അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.